ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വെള്ളരിക്ക പച്ചടിയാണ്. വെള്ളരിക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഇതുപോലൊരു ചെറിയ ലോങ് സ്ലൈസസ് ആയിട്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഈ വെള്ളരിക്ക ഒന്ന് വേവിച്ചെടുക്കണം. ഒരു പാൻ എടുത്തു, ഞാൻ അതിലോട്ട് വെള്ളരിക്ക ഇട്ട് കൊടുത്തു. ഒരു ശകലം വെള്ളം ഒഴിക്കുക വേവിക്കാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, ജസ്റ്റ് 1 കപ്പ് വെള്ളം. അതൊരു 2 പച്ചമുളക് ഗ്രീൻ ചില്ലി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വേണമെങ്കിൽ ഇത് തേങ്ങയുടെ കൂടെ നമുക്ക് അരച്ചെടുക്കാവുന്നത് കൂടിയാണ്. ഓണത്തിൻ്റെ തിരക്കിലായതുകൊണ്ട് എനിക്ക് ഇൻട്രോ ഒന്നും ഇടാൻ ടൈം കിട്ടിയില്ല കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ അതങ്ങ് പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ബാക്കി റെസിപ്പീസ് എല്ലാം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാൻ മറക്കരുത്. അപ്പം നമുക്കിത് ഇനി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. വെള്ളം കംപ്ലീറ്റ് പറ്റണം. ഒരു 7-8 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മളുടെ സെക്കൻഡ് സ്റ്റെപ്പ് ഇതിന് അരച്ചെടുക്കുക. സാധാരണ നമ്മൾ പച്ചടി ഉണ്ടാക്കുന്ന പോലെ ഒരു 2 പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലൊരല്പം ജീരകം കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ പച്ചടി ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തു, അപ്പോൾ അത് നോക്കിയാൽ മതി. ഒരു 1/2 ടീസ്പൂണോളം നമ്മൾ ജീരകം ചേർത്ത് അതൊന്ന് അരച്ചെടുത്തു, ഇച്ചിരി വെള്ളം ചേർത്തിട്ട്. അപ്പോൾ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു ശകലം കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒരുപാട് അരയ്ക്കരുത്, ഒന്ന് പൊട്ടിച്ചെടുക്കുകയോ ചെയ്യാവൂ. അതാ ഞാൻ ആദ്യമേ ഇട്ട് കൊടുക്കാഞ്ഞ്. ഇനി ഇത് നമുക്ക് കടുക് ഇട്ടിട്ട് ഒന്ന് ചതച്ച് എടുക്കുക. അപ്പോൾ ഇവിടെ നമ്മളുടെ വെള്ളരിക്ക വെന്തിട്ടുണ്ട്. അപ്പം വെള്ളം കംപ്ലീറ്റ് പറ്റിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ്. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന കോക്കനട്ട് പേസ്റ്റ്, അതായത് തേങ്ങ അരച്ച് വെച്ചിരിക്കുന്നത് നമുക്കങ്ങ് ഇട്ട് കൊടുക്കാം. ജീരകവും കടുകും തേങ്ങയും കൂടെ അതങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അരയ്ക്കാം, അല്ലെങ്കിൽ ഇത് ചേർത്താൽ മതി. അപ്പോൾ ഇതൊന്ന് ചേർത്ത് കഴിഞ്ഞിട്ട്, അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരു 2-3 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട്, വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല കേട്ടോ. ഒരു ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പം ഇതിനകത്ത് നമുക്കിനി വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം നമ്മൾ തൈര് ഒഴിച്ചത് ചേർക്കുന്ന സമയത്ത് അത് നല്ല കട്ട തൈര് ഉടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തൈര് ഇതിൽ ചേർക്കണം പിന്നീട് തണുത്ത് കഴിഞ്ഞിട്ട്. ഇപ്പം നമ്മളൊരു 2-3 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കത് പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടും തേങ്ങയുടെ. അതിനു വേണ്ടിയാണ്. അപ്പം ചിലരൊന്നും ചൂടാക്കാറേ ഉള്ളൂ, ഒന്ന് തിളപ്പിച്ചതുകൊണ്ട് കുഴപ്പമില്ല. വെള്ളം ഒട്ടും ചേർക്കണ്ട. പിന്നെ തൈര് ചേർക്കുന്ന സമയത്ത് അത് ലൂസായി ഇപ്പോൾ. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ ഒന്ന് ചേർക്കാം, മിക്സ് ചെയ്യുക. ഒരു ശകലം വെള്ളം അത് അരച്ച മിക്സിയിൽ ഒഴിച്ചിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെ ഇരിക്കണം കട്ടിക്ക്. എന്നിട്ട് ഇത് ഇനി നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2-3 മിനിറ്റ് ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി. കുറേ റെസിപ്പീസ് ഇനിയും പോസ്റ്റ് ചെയ്യാനുണ്ട്. മാക്സിമം ഞാൻ പോസ്റ്റ് ചെയ്തു, എല്ലാവരും കാണുക. അപ്പോൾ നമ്മളുടെ ഇത് ഒരു 2-3 മിനിറ്റായി. നമുക്ക് തുറന്നു നോക്കാം. അതൊന്ന് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഫ്ലെയിം ഓഫ് ചെയ്തു. ഞാൻ ഇപ്പം നല്ലപോലെ ചൂടായി, ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് തണുക്കട്ടെ. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് മാത്രമേ തൈര് ആഡ് ചെയ്യാവൂ. അപ്പം നമ്മളുടെ അരപ്പ് ചേർത്ത് വെച്ചിരുന്ന വെള്ളരിക്ക തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഉടച്ചു വെച്ചിരിക്കുന്ന കട്ട തൈര്, പുളിയില്ലാത്ത തൈര് വേണം യൂസ് ചെയ്യാൻ. അത് ചേർത്ത് കൊടുക്കുക. ഒരുപാട് പുളി ഉണ്ടെങ്കിൽ പിന്നെ അത് ശരിയാവില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മളുടെ ഈ പച്ചടി വർഗ്ഗങ്ങളെല്ലാം. അപ്പം വെള്ളരിക്ക പച്ചടിയും അതുപോലെ ഈസിയാണ്. ഒന്ന് മിക്സ് ചെയ്യുക നല്ലതുപോലെ. ഇതിൽ നമുക്ക് ഈ സമയത്തൊന്ന് ടേസ്റ്റ് നോക്കാം. നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞ് നമുക്ക് കടുക് വറുത്തൊഴിച്ചാൽ മതി. തിരുവോണത്തിന് മുന്നേ പോസ്റ്റ് ചെയ്യണമെന്നായിരുന്നു എനിക്ക്, അത് പറ്റിയില്ല. ബാക്കി എല്ലാ റെസിപ്പീസും പോസ്റ്റ് ചെയ്തു. പക്ഷേ ഇത് എൻ്റെ അടുത്ത് പോസ്റ്റ് ചെയ്യാൻ ബാലൻസ് ഉണ്ടായിരുന്നു, എഡിറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഒരു ടേസ്റ്റ് ഒന്ന് നോക്കി ഞാൻ ഒരല്പം ഉപ്പിൻ്റെ കുറവുണ്ട്, ശകലം ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമുക്കെന്നിട്ട് കടുക് വറുത്ത് ഒഴിക്കാവുന്നതാണ്. അതുപോലെ ഫ്രണ്ട്സ്, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Hey friends, if you haven't subscribed yet, please don't forget to subscribe my channel. Please don't forget to watch the same, and please don't forget to press the bell icon to get the notifications. അതുപോലെ എല്ലാവരും നമ്മളുടെ തിരുവോണം നന്നായി ആഘോഷിച്ചു എന്ന് കരുതുന്നു, അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് കടുക് വറുത്തൊഴിക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നല്ലതുപോലെ ചൂടായി. നമുക്കിതിലോട്ട് കടുക് വറക്കാനായിട്ട് ഒരു 1 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെജിറ്റബിൾ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരല്പം കടുക് ഇട്ട് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ എണ്ണ മതി, അതിൽ കൂടുതൽ ആവശ്യമില്ല. കടുക് വറക്കാനൊക്കെ അല്പം എണ്ണ ഒഴിക്കുക. നമുക്ക് വറ്റൽമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 1 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് ലൈറ്റ് ബ്രൗൺ ആകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇനി നമുക്കിനി ഇത് പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം.
നമുക്കിതിനി പച്ചടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക, ഒന്ന് ഗാർണിഷ് ചെയ്യുക, സീസണിങ് ചെയ്യുക. എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ഈ വെരി ഈസി ആൻഡ് സിമ്പിൾ വെള്ളരിക്ക പച്ചടി ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും എഗൈൻ ഓണം നമ്മളുടെ ഇനിയും കണ്ടിന്യൂ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് ഷെയറിങ്, കീപ് സബ്സ്ക്രൈബിങ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈറ്റ് ഹെൽത്തി, സ്റ്റേ ഹെൽത്തി. താങ്ക് യു.